ഹായ്, അവോദ കരിയർ എക്സ്പേർട്ടിൻ്റെ അവോദ എംപ്ലോയി ട്രെയിനിങ് സീരീസ് മോഡ്യൂൾ 6 പാർട്ട് 1ലേക്ക് സ്വാഗതം. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുന്നത്, ആ ക്ലയൻറ്റിനെ എങ്ങനെ നമ്മൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. തുടർന്ന് ഈ ഒരു മോഡ്യൂളിലേക്ക് നമ്മൾ വരുമ്പോൾ മോഡ്യൂൾ 6 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്മിഷൻ പ്രൊസീജിയറാണ്. വൺസ് ഒരു ക്ലയൻറ്റിനോട് നമ്മൾ സംസാരിച്ചതിന് ശേഷം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ആ ക്ലയൻറ്റ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം തുടർന്നുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വൺസ് നമ്മളൊരു ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് അയച്ചു കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കമ്പനി ഡിസ്ക്രിപ്ഷൻ. മറ്റൊന്ന്, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. ദെൻ കോഴ്സിൻ്റെ കരിക്കുലം, കോഴ്സിൻ്റെ PDF ഫയല്, കോഴ്സിൻ്റെ വോയിസ് നോട്ട്സ്, അതുപോലെ തന്നെ ജോയിനിങ് ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ക്ലയൻറ്റിന് അയച്ചു കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് 1 by 1 നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് കമ്പനി ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഈ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അവോദ എന്ന് പറയുന്ന കമ്പനി എന്താണ്, അവോദയുടെ ഹെഡ് ഓഫീസ് വരുന്നത് എവിടെയാണ്, അവോദ എന്താണ് ചെയ്യുന്നത്, അവോദ സ്കിൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കിൽ ട്രെയിനിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മൾക്കൊരു ക്ലാസ് ഉണ്ടാവും, അതിനുശേഷം നമ്മൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്, ദെൻ തുടർന്ന് നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ എന്തെല്ലാം ട്രെയിനിങ്സ് ആണ് അവോദ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളെ ലിസ്റ്റ് ഓഫ് കോഴ്സസും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവോദയ്ക്ക് 2 രീതിയിലുള്ള കോഴ്സ് മോഡ്സ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആയിട്ടും അവൈലബിൾ ആണ്, ഓഫ്ലൈൻ ആയിട്ടും അവൈലബിൾ ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ പറയുന്ന കമ്പനി ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു സ്റ്റുഡൻറ് ഇങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റുഡൻറെ അങ്ങോട്ട് വിളിക്കുകയോ സംസാരിച്ചതിന് ശേഷം വൺസ് കോൾ കട്ടായി കഴിയുമ്പോൾ സ്റ്റുഡൻറ്റിന് നിർബന്ധമായിട്ടും ഈ പറയുന്ന കമ്പനി ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ് നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുവാണ്, എനിക്ക് ഇന്ന കോഴ്സ് ചെയ്താൽ കൊള്ളാം, എനിക്ക് ആ കോഴ്സിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഒരു സ്റ്റുഡൻറ് മെസ്സേജ് അയക്കുവാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന കമ്പനി ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കണം. ദെൻ തുടർന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അയച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം ഇറ്റ് ഈസ് ബെറ്റർ, എല്ലായ്പ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പനി ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം തൊട്ടു താഴെ നിങ്ങളുടെ ഓൺ വോയിസിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് നോട്ടും കൂടി അവർക്ക് അയച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇത് ഇവർക്ക് പിന്നെ ഒന്ന് റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്കൊന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഇവരുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. അപ്പോൾ ഇവർക്ക് ടെക്സ്റ്റ് മെസ്സേജും ഫോർവേഡ് ചെയ്യാം, നിങ്ങൾ അയച്ച വോയിസ് ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി എന്ത് ചെയ്യും, അവർക്ക് കിട്ടുവാനിടയാകും. അപ്പോൾ ഈ കമ്പനി ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനീഷ്യൽ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ദെൻ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഏറ്റവും അവസാനം കമ്പനി ഡീറ്റെയിൽസിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ള മോഡ് ഓഫ് ട്രെയിനിങ് ഏതാണെന്നും കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓൺലൈൻ ആണോ താല്പര്യം അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണോ താല്പര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവർ പറയും എനിക്ക് ഓൺലൈനാണ് താല്പര്യം. അങ്ങനെ അവർ ഓൺലൈൻ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. അല്ല അവർ ഓഫ്ലൈൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഓഫ്ലൈൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അവോദ ഓൺലൈൻ കോഴ്സും അവോദ ഓഫ്ലൈൻ കോഴ്സും. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊണ്ട് അവർ ഓൺലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഓഫ്ലൈൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. 2 കോഴ്സും 2 മോഡ് ഓഫ് കോഴ്സസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തുടർന്ന് ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്കൗണ്ടിനെ പറ്റി പറയാനുള്ള അതിൻ്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജും നമ്മൾക്കുണ്ട്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓഫ്ലൈൻ സ്റ്റുഡൻസിന് നമ്മൾ അത് അയച്ചു കൊടുക്കുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ഓഫേഴ്സിൻ്റെ ആ ഡീറ്റെയിൽസും കൂടി എന്ത് ചെയ്യണം, അവർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തതിന് ശേഷവും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾ ഓഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓഡിയോ അയക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം.
നമ്മളെ വിളിക്കുന്ന ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ട് എൻക്വയറി വരുന്നതോ നമ്മൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നോ ആയിട്ടുള്ള ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്ന ക്ലയൻസ് ആണ്. അപ്പോൾ ഇവരെ നമ്മൾ മുഖാമുഖം എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പോൾ ഈ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഈ കുട്ടി നമ്മളെ വിളിച്ചു, ഒരു കോഴ്സിനെ പറ്റി അറിയണമെന്ന് പറഞ്ഞു, നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസും കമ്പനി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, പക്ഷേ ഈ സ്റ്റുഡൻറ്റിന് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരെന്ത് ചെയ്യും, ഒന്നും കൂടി റീചെക്ക് ചെയ്യും. കാരണം ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ഫ്രോഡ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഈവൻ ഗൂഗിളിലെങ്കിലും അവർ ചെയ്തു നോക്കും. അവിടെ അവോധ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനീനെ പറ്റി ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടി. അങ്ങനെ ഇവർ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ഒരു എംപ്ലോയി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്ററോ മെസ്സേജോ ഇവർ കാണും. അതിനകത്ത് ഒരു നമ്പർ ഉണ്ടാവും ഓഫ് കോഴ്സ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യും, ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ നമ്മളോട് ചോദിച്ച അതേ ഡീറ്റെയിൽസ് തന്നെ അവരോടും ചോദിക്കും. അവരും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്റ്റുഡൻറ്റിന് ക്ലാരിറ്റി കിട്ടി, അവോധ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജെന്യുവിൻ ആണ്. പക്ഷേ സ്റ്റുഡൻറ്റിൻ്റെ ധാരണയിൽ ഈ പറയുന്ന 2 എംപ്ലോയീസും അവോധയിലെ എംപ്ലോയി ആണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേറെ കൺഫ്യൂഷൻ ഇല്ല. ഇവൻ എന്ത് ചെയ്യും, അഡ്മിഷൻ എടുക്കാൻ നേരത്ത് ഈ പറയുന്ന പേയ്മെന്റ് ചെയ്തതിന് ശേഷം 2 പേർക്കും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. സ്റ്റുഡൻറ്റിന്റെ രജിസ്ട്രേഷൻ ഫോമും 2 പേർക്കും തന്നെ എന്ത് ചെയ്യും, അയച്ചു കൊടുക്കും. അപ്പോൾ 2 പേർക്കും അയച്ചു കൊടുത്തു, സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ പഞ്ച് ചെയ്തു, സ്റ്റുഡൻറ്റിന് ക്ലാസ് കിട്ടും. പക്ഷേ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 എംപ്ലോയീസ് ഉണ്ട്. 2 എംപ്ലോയീസിന്റെ പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ പഞ്ച് ചെയ്തിട്ടുണ്ട്, സെയിം സ്റ്റുഡൻറ്റിന്റെ പേര്. അപ്പോൾ കമ്പനിക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അഡ്മിഷൻ ആർക്ക് കൊടുക്കണം, ഈ നമ്മൾക്ക് തരണോ അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന അതേ അവോധയിലെ എംപ്ലോയി ആയിട്ടിരിക്കുന്ന മറ്റേ ആൾക്ക് കൊടുക്കണോ? അപ്പോൾ ഇതെങ്ങനെയാണ് കമ്പനി ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിനു വേണ്ടി ഇതെന്ന് പറയുന്ന ഒരു ഡിസ്പ്യൂട്ട് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്ത് കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഡിസ്പ്യൂട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്യൂട്ട്സ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കോണ്ടാക്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റുഡൻറ്റിനെ കോണ്ടാക്ട് ചെയ്തത് ആരാണ് ആദ്യം, അപ്പോൾ അത് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ കോൾ ഡ്യൂറേഷൻ, നമ്മളും സ്റ്റുഡൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുള്ള കോൾ ഡ്യൂറേഷൻ, അത് നോർമൽ കോൾ ആകാം, വാട്സപ്പ് കോൾ ആകാം, മറ്റേത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ വിളിച്ച കോൾസും ആകാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോൾ ഡ്യൂറേഷൻസ് നോക്കും. ദെൻ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളും കുട്ടികളുമായിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജസ് അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ടെക്സ്റ്റ് മെസ്സേജുകളുടെ എണ്ണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നോക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ അയച്ചിരിക്കുന്ന വോയിസ് നോട്ട്സിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ഡിസ്പ്യൂട്ട് എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ID ആർക്കാണ് അയച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആർക്കാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഡിസ്പ്യൂട്ട് നമ്മൾക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടിൽ നമ്മൾ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് കോണ്ടാക്ട് വേണം. ഓഫ് കോഴ്സ് ഫസ്റ്റ് കോണ്ടാക്ട് വേണം. അത് നമുക്ക് അറിയത്തില്ല സ്റ്റുഡൻറ്റ് ആരെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. മേ ബി ചിലപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിനെ ആയിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്തത്, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷേ നമ്മൾക്ക് ഡിസ്പ്യൂട്ട് നേടാൻ പറ്റുന്ന ഓപ്ഷൻസ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയീസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ടെക്സ്റ്റ് ഫോമാറ്റ് അയച്ചു കൊടുക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓഡിയോയും കൂടി റെക്കോർഡ് ചെയ്ത് അയക്കുക. ഓക്കെ, മീൻസ് ഈ പറയുന്ന ഡീറ്റെയിൽസ് അതേ ഡീറ്റെയിൽസ് തന്നെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ എക്സാമ്പിൾ ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. കാരണം ഇൻ കേസ് ഈ സെയില് ഡിസ്പ്യൂട്ട് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയില് നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ വോയിസ് നോട്ട്സ് അയക്കാൻ പറയുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യണം, വോയിസ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ അയക്കുക. ഓക്കെ, ഒരു കാരണവശാലും ഫോർവേഡഡ് മെസ്സേജസ് ഇതിനകത്ത് കൂട്ടത്തില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡഡ് മെസ്സേജ് മേ ബി സംബഡി ഹാസ് റെക്കോർഡഡ്, അത് നമ്മൾ ചുമ്മാ ഫോർവേഡ് ചെയ്യുന്നു, ആ ഒരു തോട്ട് വരും. പക്ഷേ നമ്മൾക്കറിയാം വാട്സപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലൂ കളർ മെസ്സേജ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ സെയിം മെസ്സേജ് നമ്മൾ
ഇപ്പം ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് ഞാനൊരു മെസ്സേജ് അയക്കുവാണ്. ഓക്കെ, ഈ മെസ്സേജ് അയച്ചു, അടുത്തൊരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് ഈ വോയിസ് റെക്കോർഡ് തന്നെ എന്ത് ചെയ്താൽ മതി, എനിക്ക് ഫോർവേഡ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ആ മറ്റേ സെക്കൻഡ് ക്ലയൻറ്റിൻ്റെ ചാറ്റ് എടുത്ത് നോക്കിയാലും ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചതുപോലെ ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഞാൻ മറ്റേതെങ്കിലും ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ് ഇപ്പുറത്തെടുത്ത് അയക്കണമെങ്കിൽ അതൊരു ഓറഞ്ച് കളറിൽ കാണിക്കും. അപ്പോൾ അത് ഫോർവേഡഡ് മെസ്സേജസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്പ്യൂട്ട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, സമയം കളയേണ്ടി വരുന്നില്ല. ആദ്യത്തെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ടൈം എടുത്തിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ട് വേണം ഇവർക്ക് അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഇൻ കേസ് ഡിസ്പ്യൂട്ട് വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൻ ചെയ്യാൻ സാധിക്കും. ഏത് ക്ലയൻറ്റിനെ നിങ്ങൾ വിളിക്കുന്ന സമയത്തും ഒരു കാര്യം മനസ്സിലുണ്ടാവുക, ഈ സെയിൽ ഡിസ്പ്യൂട്ട് ആകും എന്നുള്ളൊരു തോട്ടിൽ നിങ്ങൾ അവരുമായിട്ട് ഡീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഈ പറയുന്ന ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഓക്കെ, നമ്മൾ പേയ്മെൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ഈ കുട്ടികളായിട്ട് നമ്മൾ എൻഗേജ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് വരുന്ന സമയത്ത് നമ്മൾക്കത് ഡിസ്പ്യൂട്ട് വിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തതിന് ശേഷം അതിന് താഴെ എന്ത് ചെയ്യുക, വോയിസ് മെസ്സേജസ് അയക്കുക. ഓക്കെ, മാക്സിമം ലെങ്തിയിൽ വോയിസ് മെസ്സേജസ് അയക്കുക. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റുമായിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, വാട്സപ്പ് ത്രൂ ആണെങ്കിലും കോൾ ത്രൂ ആണെങ്കിലും എൻഗേജ് ചെയ്യുക. കോളിൽ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ടൈം എടുത്ത് സംസാരിക്കുക. മേ ബി നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു സ്റ്റുഡൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എന്ത് ചെയ്യുക, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മൾ 2-way കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അതേപോലെ മാക്സിമം 2-way കമ്മ്യൂണിക്കേഷൻ ആക്കിക്കൊണ്ട് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈവൻ നമ്മുടെ കോൾ ഡ്യൂറേഷൻ എന്ത് ചെയ്യും, നമ്മൾക്ക് കൂട്ടിക്കിട്ടുകയും ചെയ്യും. ഇവർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വൺസ് സ്റ്റുഡൻറ്റിന് ട്രസ്റ്റ് ബിൽഡ് ആയി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വേറെ ആരുടെ പോകത്തില്ല. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി, ആ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ആദ്യം അയക്കേണ്ട ഡീറ്റെയിൽസ് ഏതാണ്, കമ്പനി ഡീറ്റെയിൽസ് അയക്കുക, അതിൻ്റെ വോയിസ് നോട്ട്സ് അയക്കുക. ദെൻ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ കുട്ടികളുടെ പ്രിഫറൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക, അതിൻ്റെ വോയിസ് നോട്ട്സ് അയക്കുക. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ്റെ ഓഫേഴ്സ് വരുന്നുണ്ട്, ഡിസ്കൗണ്ട് ഓഫേഴ്സ് വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക, അതിൻ്റെ വോയിസ് നോട്ട്സും അയക്കുക. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഇനീഷ്യൽ അയക്കുക. ഇനി തുടർന്ന് അയക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയാണ് അവർക്ക് എൻക്വയറി ഉള്ളതെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇവർ ഒരു കോഴ്സിനെ പറ്റി ആലോചിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സകലമാന കോഴ്സുകളുടെയും കരിക്കുലവും PDF ഫയലും വോയിസ് നോട്ട്സും എന്ത് ചെയ്യരുത്, അയച്ചു കൊടുക്കരുത്. മറിച്ച് അവർ ചോദിക്കുന്ന കോഴ്സ് ഏതാണോ അതിൻ്റെ കരിക്കുലം അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ PDF ഫയൽ നമുക്ക് അവൈലബിൾ ആണ്. ആ PDF ഫയലിൻ്റെ ലിങ്ക് ഡ്രൈവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡ്രൈവിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ദെൻ ഓഡിയോ ഫയലും ആ കോഴ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓഡിയോ ഫയലും ഉണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ആ കോഴ്സുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന സ്റ്റുഡൻറ്റിന് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. മേ ബി ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 1 അല്ലെങ്കിൽ 2 3 കോഴ്സുകൾ വരെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അത്രയും കോഴ്സുകൾ വരെ നമുക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 3 4 വരെ കുഴപ്പമില്ല. പക്ഷേ അധികം ഡീറ്റെയിൽസ് എന്ത് ചെയ്യരുത്, അയച്ചു കൊടുക്കരുത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, കോൾ പിച്ചിൽ പഠിച്ചായിരുന്നു, ഓവർലോഡിങ് വിത്ത് ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ താല്പര്യപ്പെടുന്ന കോഴ്സ് മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം അയച്ചു കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ പറയുവാണ്, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി ഒരു എൻക്വയറി വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നത് നല്ലതാണ്, അതിനോട് കൂടെ തന്നെ മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്ന കോഴ്സോ അല്ലെങ്കിൽ UI UX എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് നമുക്കൊരു സജഷൻ വെക്കാം. മനസ്സിലായോ? അപ്പോൾ ഒരു കോഴ്സിന് വേണ്ടി വന്നു, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് 2 അല്ലെങ്കിൽ 3 കോഴ്സ് അവരെ കൊണ്ട് എടുപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എടുപ്പിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സെയിൽസ് പെർസ്പെക്റ്റീവിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആണ്. കാരണം അവർ ജോലിക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഇന്ന സ്കില്ലുകൾ ഉണ്ടെന്ന്, എക്സ്ട്രാ സ്കില്ലുകൾ ഉണ്ടെന്ന് കമ്പനീസിന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ കമ്പനീസ് ഹയർ ചെയ്യും, റൈറ്റ്? അപ്പം അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് പറയുക ഇന്ന കരിക്കുലം ആണ്,
ഇത് കോഴ്സിൻ്റെ കരിക്കുലം ആണ്, കോഴ്സിൻ്റെ ബ്രൗസറിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ PDF ഫയൽസ് കാണാൻ പറ്റും. അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ദെൻ അതുപോലെ തന്നെ എന്താണ് കോഴ്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓഡിയോ ഫയലും ഉണ്ട്. ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഇത് അയച്ചതിന് ശേഷം ഒരു വോയിസ് ആയിട്ട് അതിൻ്റെ തൊട്ട് താഴെയും കൂടി എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്ന സമയത്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ കരിക്കുലം ഉണ്ടാകണം, ബ്രൗസറിൻ്റെ ലിങ്ക് ഉണ്ടാവണം, അതുപോലെ തന്നെ ഓഡിയോ ഫയലിൻ്റെ ലിങ്കും ഉണ്ടാവണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്തതായിട്ട് കുട്ടികൾക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ജോയിനിങ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെയാണ് അവോധയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ നമുക്കൊരു രജിസ്ട്രേഷൻ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, സോ ഈ ഫോർമാറ്റ് എന്ത് ചെയ്യണം, സ്റ്റുഡൻറ്റിന് നമ്മൾ അയച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ചോദിക്കുന്നത് നെയിം ചോദിക്കുന്നുണ്ട്, അഡ്രസ്സ് ഉണ്ട്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഏജ്, ക്വാളിഫിക്കേഷൻ, കോളേജ്, ദെൻ കോഴ്സ് യു വിഷ് ടു ജോയിൻ അറ്റ് അവോധ ആൻഡ് പ്രിഫേർഡ് ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത് അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ ഈ ഫോർമാറ്റ് നമ്മൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് സ്റ്റുഡൻറ്റിനോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡീറ്റെയിൽസ് നന്നായിട്ട് നോക്കി പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് തരാൻ പറയണം. ഓക്കെ, നെയിം എഴുതുന്ന സമയത്ത് ഫുൾ നെയിം തന്നെ എഴുതാൻ പറയാം. അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഫുൾ അഡ്രസ്സ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ഇമെയിൽ ID കൊടുക്കുന്ന സമയത്ത് ഓക്കെ ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ പറയാം. പ്രത്യേകിച്ച് ഇമെയിൽ ID വരുന്ന സമയത്ത് പല ആളുകളും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇമെയിൽ ID വരുന്ന സമയത്ത് വർക്കിംഗ് മെയിൽ ID ആയിരിക്കണം. അല്ലെങ്കിൽ ചില കുട്ടികൾ ഏതെങ്കിലും മെയിൽ ID എടുത്ത് തരും, ലാസ്റ്റ് മെയിൽ വന്നില്ല, ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തായിരിക്കും ആ മെയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന പോലും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർ തന്ന മെയിൽ ID തെറ്റായിരിക്കും. അപ്പോൾ അവർ തരുന്ന മെയിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് തന്നതിന് ശേഷം എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാൻ പറയുക. അപ്പോൾ മെയിൽ ID കറക്റ്റ് ആയിട്ടിരിക്കാം. മെയിൽ ID പിന്നെ വരുന്നൊരു മിസ്റ്റേക്ക് കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ @gmail.com എന്നതിന് പകരം ചില കുട്ടികൾ ടൈപ്പ് ചെയ്ത് തരുമ്പോൾ gamil.com എന്നൊക്കെ പറഞ്ഞിരിക്കും, GAMIL gamil.com എന്ന് പറഞ്ഞടിക്കും, അല്ലെങ്കിൽ gmail.com എന്നൊക്കെ പറഞ്ഞടിക്കും, CON അങ്ങനെ അടിച്ചൊക്കെ തരാറുണ്ട്. അപ്പോൾ വൺസ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ തരുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ ഒരൊറ്റ ഫോൺ നമ്പർ മാത്രം മതി. ഓക്കെ, മേ ബി കുട്ടികൾ 2 ഫോൺ നമ്പറൊക്കെ തരും നമുക്ക്, പക്ഷേ ഒരു ഫോൺ നമ്പർ മാത്രം മതി. അഡ്മിഷൻ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ നമ്പർ മാത്രം മതി. അത് വാട്സപ്പ് നമ്പർ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഫോൺ നമ്പർ തരുന്ന സമയത്ത് +91 എന്ന് പറയുന്ന കൺട്രി കോഡോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസോ വേണ്ട. നമുക്ക് ജസ്റ്റ് 10 ഡിജിറ്റ്സ്, ഒരു ഫോൺ നമ്പറിൻ്റെ 10 ഡിജിറ്റ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ കിട്ടിയാൽ മതി. പിന്നെ ചോദിക്കുന്നത് ഏജ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഏജ് കൊടുക്കുക. ദെൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് കൊടുക്കാൻ പറയുക. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിഗ്രി എന്ന് മാത്രം അവിടെ എന്ത് ചെയ്യരുത്, എഴുതി വിടരുത്. ഡിഗ്രി ആണെങ്കിൽ ഏതായിരുന്നു ഡിപ്പാർട്ട്മെന്റ് എന്നും കൂടി എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ മെൻഷൻ ചെയ്താൽ മതി. ഇപ്പോൾ BCom ആയിരുന്നോ BTech ആയിരുന്നോ എന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ അഡ്മിഷൻ പഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോളേജ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവരുടെ ഹയർ ക്വാളിഫിക്കേഷൻ എവിടെയാണോ ചെയ്തത് അത് എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. ഇപ്പോൾ +1 +2 ആണെങ്കിൽ അവിടെ ഏതാണ് അവർ പഠിച്ച +2 എവിടെയാണോ പഠിച്ചത് അതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, ആ സ്കൂളിൻ്റെ പേരാണ് കോളേജിൻ്റെ അവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ചോദിക്കുന്നത് കോഴ്സ് യു വിഷ് ടു ജോയിൻ അറ്റ് അവോധ. അവോധയിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കോഴ്സ് ഏതാണ്. അപ്പോൾ ഇവർ താല്പര്യപ്പെടുന്നത് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഒരു കുട്ടി ഇൻട്രസ്റ്റഡ് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം, NSDC ഓക്കെ NSDC ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞു കൊടുക്കുക. അവരുടെ കോഴ്സ് പ്രിഫറൻസ് ഏതാണോ അത് എന്ത് ചെയ്യണം, അത് അവിടെ കൊടുക്കുക. ദെൻ പ്രിഫേർഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അവോധയിൽ നിലവിൽ 6 ഡിഫറെൻറ്റ് ലാംഗ്വേജസിലാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കു, കന്നഡ ആൻഡ് ഹിന്ദി. ഈ 6 ലാംഗ്വേജസിലാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ താല്പര്യം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ലാംഗ്വേജ് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. ഈ പ്രിഫേർഡ് ലാംഗ്വേജിൽ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തോട്ടെ. നമ്മളുടെ ടെക്നിക്കൽ ടേംസ് മീൻസ് കമ്പനി
ആ ഒരു കോഴ്സിനകത്ത് കൊടുത്തിരിക്കുന്ന ടെക്നിക്കൽ ടേംസ്, സോഫ്റ്റ്വെയർസും മീൻസ് അവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിലായിരിക്കും. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ലാംഗ്വേജ് ഏത് വേണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മലയാളീസിന് എപ്പോഴും ബെറ്റർ എന്താണ്, മലയാളം ലാംഗ്വേജ് ആണ് നല്ലത്. അല്ല മലയാളം അവർക്ക് തീരെ അറിയത്തില്ല, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജിലേക്ക് പോകാം. അല്ല മലയാളം അറിയാവുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു സ്റ്റുഡൻറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അയച്ച് തരേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫോമാറ്റ് സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുത്തു. സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് അത് നോക്കി ഫില്ല് ചെയ്തു, നമ്മൾക്ക് അയച്ചു തന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ നെയിം ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഏജ്, ക്വാളിഫിക്കേഷൻ, കോളേജ്, അതുപോലെ തന്നെ അവോധയിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ്, ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങൾ അവർ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ. പ്രത്യേകിച്ച് നെയിം, അതുപോലെ തന്നെ മെയിൽ ID, ദെൻ ഫോൺ നമ്പർ, പിന്നെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ കോഴ്സ്, അവോധയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ്, ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യണം, റീചെക്ക് ചെയ്യുക. ഓക്കെ, വൺസ് അത് ക്ലിയർ ആയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോവാം. സോ നെക്സ്റ്റ് പ്രൊസീജിയർ അടുത്ത പാർട്ടിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാർട്ട് 1 നമ്മൾ സംസാരിച്ചത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മളൊരു ക്ലയൻറ്റിന് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മേടിക്കേണ്ട സ്റ്റുഡൻറ്റ് ഫോമാറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനു ശേഷമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു.